ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. പത്രവിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നില്ല, നിറയെ വിശേഷങ്ങളായിരിക്കുമല്ലോ. അതെ, കാരണം ഇന്നലെ ബംഗാളിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഇന്നിപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പക്ഷേ കേരളത്തിലൊരു തീരുമാനമായിട്ടില്ല. പത്രങ്ങളിലും ആ വാർത്തകൾ തന്നെയാണുള്ളത്. വിശദമായി നമുക്ക് നോക്കാം. ആദ്യം മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ ഇനി ഹൈക്കമാൻഡ് എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ചകളുടെ വാർത്ത നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ കേരള മുഖ്യമന്ത്രി ഇന്നത്തെ ചർച്ചകളിലും തീരുമാനമായില്ല. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും എന്നാണ് മനോരമ എഴുതിയിട്ടുള്ളത്. ഒപ്പം നേതാക്കളെ രാഹുലും ഖർഗെയും ഒറ്റയ്ക്കും ഒരുമിച്ചും കണ്ടു തുടങ്ങിയ കാര്യങ്ങളും മനോരമ വിശദീകരിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഇന്നലെയും ഉത്തരമായില്ല. അടുത്ത കേരള മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് മുഖ്യമന്ത്രി പദവി സാധ്യത നിലനിർത്തുന്ന നേതാക്കളുമായി ഒറ്റയ്ക്കും കൂട്ടായി ചർച്ച നടത്തി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം 2 ചിത്രങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഒന്ന്, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 3 നേതാക്കളും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും മാധ്യമങ്ങളെ കാണുന്ന ചിത്രം വരാതിരിക്കില്ല എന്ന അടിക്കുറിപ്പാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ഥാപിച്ച ഫ്ലക്സുകൾ അണികൾ പ്രവർത്തകരൊക്കെ തന്നെ മാറ്റുന്ന ചിത്രം കൂടി ഏതായാലും മലയാള മനോരമ 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോഴും അതുതന്നെയാണ് കാര്യങ്ങൾ. കാരണം കാത്തിരിപ്പ് വിധി എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ജനവിധി അറിഞ്ഞ 6-ാം നാളും മുഖ്യമന്ത്രിയായില്ല, ഡൽഹി ചർച്ച തുടരുന്നു, തെല്ലും വിട്ടുവീഴ്ചയില്ലാതെ 3 പക്ഷവും എന്നാണ് മാതൃഭൂമി കുറിച്ചിട്ടുള്ളത്. ഒപ്പം ചേരിതിരിഞ്ഞ പ്രകടനം വേണ്ട, ഒറ്റക്കെട്ടായി നേതാക്കൾ എന്ന കുറിച്ചിരിക്കുന്നു മാതൃഭൂമി. ഒപ്പം എന്താ പറയുക എന്ന കുറിപ്പോട് കൂടിയാണ് നേതാക്കളുടെ ചിത്രം മാതൃഭൂമി ഏതായാലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കണമെന്ന് രാഹുൽ പറഞ്ഞ കാര്യവും ഏതായാലും മാതൃഭൂമി എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. ദേശാഭിമാനി കുറച്ചുകൂടി പൊളിറ്റിക്കലായി തന്നെ ഈ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതായത് അടിമുഖ്യം എന്നാണ് ദേശാഭിമാനി എഴുതിയിട്ടുള്ളത്. ഡൽഹി ചർച്ചയിലും മുഖ്യമന്ത്രി തീരുമാനമായില്ല. ഭൂരിഭാഗം MLA-മാരുടെയും KPCC പ്രസിഡന്റിന്റെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും പിന്തുണ തനിക്കെന്ന് കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രി പദമില്ലെങ്കിൽ മറ്റൊന്നും വേണ്ടെന്ന് സതീശനും ചെന്നിത്തലയും. ഒപ്പം ചിത്രം നൽകിയിട്ടുള്ളത് വി.ഡി. സതീശൻ്റെ ഒരു ചിത്രമാണ്. അതിൻ്റെ അടിക്കുറിപ്പ് പണിപാളി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സതീശൻ അനുകൂലികൾ സ്ഥാപിച്ച ഫ്ലക്സ് മാറ്റുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒപ്പം ദേശാഭിമാനി കുറിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കം ജനവിധിയെ അഭിമാനിക്കും വിധം തെരുവിൽ ചേരി തിരിഞ്ഞ് തമ്മിലടി അധപതിച്ചിട്ടും കോൺഗ്രസിൻ്റെ ഡൽഹി ചർച്ചയിലും തീരുമാനമാകാതെ അവസാനിച്ചു എന്നാണ് ദേശാഭിമാനി എഴുതിയിട്ടുള്ളത്. ദീപിക അതിനെ തലക്കെട്ട് നൽകിയിട്ടുള്ള ഈ വാർത്തയ്ക്ക് ക്ഷമ വേണം, ഹൈക്കമാൻഡ് തീരുമാനിക്കും, പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നാണ്. അവിടെയും നേതാക്കളുടെ ചിത്രം, ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിയുടെ ചിത്രം, വഴി തെളിയാതെ എന്ന അടിക്കുറിപ്പോടുകൂടി ഏതായാലും ദീപികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം മറ്റൊരു രീതിയിലാണ് ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത്. ഒരേ മനസ്സോടെ എന്ന തലക്കെട്ടോടു കൂടിയാണ് വീക്ഷണം ഏതായാലും ഈ വാർത്ത നൽകിയിട്ടുള്ളത്. കാരണം പൊതുവെ മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിലെ തർക്കം എവിടെയും ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ വീക്ഷണം ആ വാർത്ത നൽകിയിട്ടുള്ളത് ഒരേ മനസ്സോടെ എന്ന തലക്കെട്ടോടു കൂടിയാണ് വീക്ഷണം ഏതായാലും ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒപ്പം വീക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നൽകുകയാണ്. അത് CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുമ്പോൾ ആ വാർത്തയ്ക്ക് 1-ാം പേജിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് വീക്ഷണം. അതായത് പിണറായി വേണ്ട എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്ത അത് 1-ാം പേജിൽ തന്നെ വീക്ഷണം വളരെ കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി കേരളത്തിലെ വാർത്തകൾ വിട്ട് നമ്മൾ വീണ്ടും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ വിജയ് തന്നെയാണ് താരം. കാരണം വലിയ പ്രകടനം കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് വലിയ പ്രകടനം നടത്തിയാണ് മുന്നേറിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പല നീക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ആ വാർത്ത തന്നെയാണ് മലയാള പത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. അതായത് തലൈവർ വിജയ് എന്ന തലക്കെട്ടോടുകൂടിയാണ് മലയാള മനോരമ ഈ വാർത്ത നൽകിയിട്ടുള്ളത്. തമിഴ്നാട് TVK അധികാരത്തിൽ 120 പേരുടെ പിന്തുണക്കത്ത് ഹാജരാക്കി. മന്ത്രിസഭയിൽ ചേരാതെ CPM, CPI, ലീഗ് എന്നീ കക്ഷികൾ ചേർന്നിട്ടില്ല എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ TVK നേതാവായ നടൻ വിജയ് ഇന്ന് രാവിലെ 10-ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം 9 മന്ത്രിമാരും ചുമതലയേൽക്കും എന്ന വാർത്ത മലയാള മനോരമ നൽകുകയാണ്. ഇതോടെ
59 വർഷത്തിന് ശേഷം ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറുകയാണ് എന്ന കാര്യം കൂടി ഒന്നാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട് മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് വരുമ്പോഴും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയും ദളപതി സർക്കാർ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് 13-നകം ഭൂരിപക്ഷം തെളിയിക്കണം എന്ന് ഗവർണർ പറഞ്ഞ കാര്യം കൂടി ഒന്നാം പേജിൽ നൽകുന്നു. ഒപ്പം സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 10-ന് മുസ്ലിം ലീഗും VCKയും പിന്തുണച്ചതോടെ 120 അംഗങ്ങളുടെ പിന്തുണ എന്നാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ദേശാഭിമാനി വരികയാണെങ്കിൽ സ്റ്റാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഒന്നാം പേജിൽ വിജയുടെ സത്യപ്രതിജ്ഞ വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാലിൻ ഇന്നലെ ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു. അതിൽ ഇടതുപക്ഷത്തിന് നന്ദി, കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് സ്റ്റാലിൻ പറഞ്ഞ കാര്യം ഒന്നാം പേജിൽ നൽകിയിരിക്കുകയാണ്. പ്രതിസന്ധിയിലും ഇടതുപക്ഷം ഒപ്പം നിന്നു, TVക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളുടെ തീരുമാനം സ്വാഗതം ചെയ്തു എന്ന കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ വന്നതിന് പിന്നാലെ തമിഴ്നാട്ടിൽ അധികാരത്തിനായി മറുകണ്ഠം ചാടിയ കോൺഗ്രസിന്റെ വഞ്ചനയിൽ അതിരൂക്ഷ വിമർശനവുമായി DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. സഖ്യത്തിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് MLA-മാർ നന്ദി പറയാൻ പോലും എത്തിയില്ല. ഈ കാര്യമാണ് ദേശാഭിമാനി ഏതായാലും ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം മലയാള മനോരമ സ്റ്റാലിൻ തന്നെ ചരട് സ്റ്റാലിൻ്റെ കൈവശം ഉണ്ടാകുമെന്നൊരു വാർത്ത കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. വിജയ് ഭരിക്കും, ഒരു ചരട് സ്റ്റാലിൻ പിടിക്കും, TVKക്ക് സ്റ്റാലിനെതിരെ നീങ്ങാനാവില്ല എന്നൊരു വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുകയാണ്. കാരണം ഈ പല സഖ്യകക്ഷികളും DMKയുടെ വലിയ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അവരാണ് വിജയ്ക്ക് പിന്തുണ നൽകിയിട്ടുള്ളത്. അക്കാര്യം തന്നെയാണ് ഏതായാലും ഈ വാർത്തയിൽ മലയാള മനോരമ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ വലിയ പ്രാധാന്യത്തോടു കൂടി വംഗദേശത്ത് മംഗള ചന്ദ്രോദയം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഏതായാലും ജന്മഭൂമി ആദ്യമായി അധികാരമേറ്റ ബംഗാളിൽ അധികാരമേറ്റ BJP സർക്കാരിൻ്റെ വാർത്ത ആ തലക്കെട്ടോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. വംഗദേശത്ത് മംഗള ചന്ദ്രോദയം, ഒപ്പം സുവേന്ദു അധികാരിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രം അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മമതാ ബാനർജി ഇന്നലെ നടത്തിയൊരു പ്രതികരണം വലിയ പ്രാധാന്യത്തോടു കൂടി ഡെയിലി കോട്ടായി നൽകിയിരിക്കുകയാണ് മലയാള മനോരമ. ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും BJPക്കെതിരെ ഒരുമിച്ച് അണിനിരക്കണം, ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് കരുതേണ്ട സമയമല്ല ഇത് എന്ന് മമതാ ബാനർജി പറഞ്ഞു എന്നതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നത് മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ SIRൻ്റെ നിരീക്ഷകനായിരുന്ന വ്യക്തി ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ വാർത്ത കൂടി തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. SIRൻ്റെ പ്രത്യേക നിരീക്ഷകൻ, ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി ആകും തുടങ്ങിയ വാർത്തയാണ് ഏതായാലും മാതൃഭൂമി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും ജനയുഗവും പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രസിദ്ധീകരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത സാർവത്രിക അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന 4 തൊഴിൽ കോഡുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയെന്ന വാർത്ത ഏതായാലും ജനയുഗവും ഒപ്പം തന്നെ ദേശാഭിമാനിയും ഒന്നാം പേജിൽ നൽകിയിരിക്കുകയാണ്. ഇനി ഒന്നാം പേജിൽ മനോരമ നൽകിയിരിക്കുന്ന ഒരു രസകരമായ വാർത്ത, എന്നാൽ പിന്നെ പോലീസ് ജീപ്പ് എടുക്കുക എന്ന വാർത്ത മനോരമ നൽകിയിട്ടുണ്ട്. ഫോൺ നഷ്ടപ്പെട്ട പരാതി രാത്രി സ്വീകരിച്ചില്ല, പരാതിക്കാരൻ പോലീസ് ജീപ്പുമായി മുങ്ങി. കണ്ണൂരിലാണ് ഈ സംഭവം. ഈ വാർത്ത ഏതായാലും ഒന്നാം പേജിൽ തന്നെ ചിത്രസഹിതം നൽകിയിട്ടുണ്ട് മലയാള മനോരമ. കായികം പേജിലേക്ക് വരികയാണെങ്കിൽ വിനേഷ് ഫോഗട്ട് വലിയ വാർത്തയാവുകയാണ് വീണ്ടും. കാരണം വിനേഷ് ഫോഗട്ട് നമുക്കറിയാം കഴിഞ്ഞ ഒളിമ്പിക്സ് കാലത്ത് വലിയ ചർച്ചയായതാണ്. അതിനു മുൻപ് അവർ നടത്തിയ പോരാട്ടങ്ങളൊക്കെ തന്നെ അറിയാം. ഇപ്പോൾ ഏതായാലും ജൂൺ 26 വരെ വിനേഷിന് വിലക്ക്. ഗുസ്തി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അച്ചടക്ക ലംഘനം, ഉത്തേജക വിരുദ്ധ നിയമങ്ങളുടെ ലംഘനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് വിനേഷ് വിശദമായ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. വിരമിക്കലിന് ശേഷം തിരികെ വരുന്ന കായിക താരങ്ങൾ പാലിക്കേണ്ട 6 മാസത്തെ നിർബന്ധിത നോട്ടീസ് കാലാവധി പൂർത്തിയാക്കിയില്ല. അങ്ങനെ വിനേഷിന് ഒരു കുറ്റപത്രം അടക്കമുള്ള സാഹചര്യങ്ങളാണ് ഏതായാലും മാധ്യമം നൽകുകയും ചെയ്യുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ഏതായാലും എഴുതിയിട്ടുള്ളത് കേരളത്തിലെ ജനവിധിയെ തന്നെയാണ് മാതൃഭൂമി ഏതായാലും വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ജനവിധിയോട് അനാദരവ് കാട്ടരുത് എന്നാണ് മാതൃഭൂമി അതിനെ കുറിച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ തീരുമാനം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി അത്തരമൊരു തലക്കെട്ടിലേക്കൊക്കെ തന്നെ. കാരണം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും വന്നിട്ട് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ് എന്ന കാര്യം കുറിച്ചിരിക്കുന്നു. ഒപ്പം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഗ്രൂപ്പ് പോരുകൾ പാർട്ടിയെ എത്രത്തോളം തളർത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാകും തുടങ്ങിയ കാര്യങ്ങൾ തന്നെ എഡിറ്റോറിയൽ ഏതായാലും മാതൃഭൂമി നൽകുകയും ചെയ്തിട്ടുണ്ട്.
ഏതായാലും സേതു, നമ്മൾ ഇന്നിപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെയാണ്. ഇന്ന് ഒരുപക്ഷെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബംഗാളിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കേരളത്തിൽ എന്താകും സത്യപ്രതിജ്ഞ എന്നാണെന്ന് ഇന്നറിയാൻ കഴിയുമോ എന്ന് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും സേതു. ഓക്കെ ശരി.